ബാക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചതിൽ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി. ഭരണാനുകൂല സംഘടനാ നേതാക്കളെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി, സെക്രട്ടറി അജിത് എന്നിവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. ഹൈക്കോടതി നിർദ്ദേശം കടുപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി ശുപാർശ വന്നത്. ടി വി പ്രസാദ് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചു, അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അന്നതെടുത്ത് പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ ഈ സസ്പെൻഷനിന്മേൽ തീരുമാനം വൈകുന്നത് എന്തുകൊണ്ടാണ്? സുജയ, ഭരണാനുകൂല നേതാക്കളാണ് ഇരുവരും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് പ്രസിഡന്റും സെക്രട്ടറിയും. ഇവർക്ക് രണ്ടുപേർക്കെതിരെയാണ് സസ്പെൻഡ് ചെയ്യണം എന്ന ശുപാർശ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കൈമാറിയത്. ആ ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിട്ട് സുജയ പറഞ്ഞതുപോലെ 2 ആഴ്ച പിന്നിടുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടുകൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചത്. 10 അടി വീതിയും 15 അടി നീളവുമുള്ള കൂറ്റൻ ഫ്ലക്സിൽ മുഖ്യമന്ത്രിയുടെ വലിയ കട്ടൗട്ടും ഉണ്ടായിരുന്നു. വാർത്താ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ 2 മണിക്കൂറിനകം കോർപ്പറേഷൻ അത് നീക്കുകയും ചെയ്തു. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് ഫ്ലക്സ് വ്യാപകമായി നഗരത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ കർശന നടപടി അപ്പോൾ തന്നെ കോർപ്പറേഷൻ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ പിഴയടച്ചു. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു കണ്ടോൺമെന്റ് പോലീസ്. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും രൂപീകരിച്ചു. ഹൈക്കോടതി നടപടി കടുപ്പിച്ചു. അതായത് ഈ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനക്കാരാണ്. അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് തുടർച്ചയായി ചോദിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശം പൊതുഭരണ സെക്രട്ടറി എടുക്കുകയും അത് ഫയലായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുകയും ചെയ്തത്. സ്വാഭാവികമായി ഭരണാനുകൂല സംഘടനാ നേതാക്കളായതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്. ഫയൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് തന്നെയുണ്ട്. സുജയ, അത് മേശപ്പുറത്ത് അങ്ങനെ അനങ്ങാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഇനി നടപടി എടുക്കുന്നില്ലേ, സംരക്ഷണം കൊടുക്കുകയാണോ? ആ ഉത്തരവും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. താങ്ക് യു, ടി വി പ്രസാദ്.